സയൻസ് ഡ്രോപ്സിലേക്ക് സ്വാഗതം. നമസ്കാരം. സയൻസ് ഡ്രോപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പലതരത്തിലുള്ള ഭക്ഷണം കഴിക്കാറുണ്ടല്ലോ. എണ്ണയിൽ പൊരിച്ച പല വസ്തുക്കളും നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറുണ്ട്. കൊഴുപ്പ് നമ്മുടെ ശരീരത്തിനാവശ്യമായ പോഷക ഘടകമാണ്. സസ്യജന്യമായ കൊഴുപ്പുകളും ജന്തുജന്യമായ കൊഴുപ്പുകളുമുണ്ട്. കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ. മിതമായ അളവിൽ കൊളസ്ട്രോൾ ശരീരത്തിന് ആവശ്യമാണ്. എന്നാൽ രക്തത്തിൽ കൊളസ്ട്രോൾ അധികമായാൽ അത് രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ അടിഞ്ഞുകൂടുകയും രക്തത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. ഇത് ഹൃദ്രോഗം, പക്ഷാഘാതം തുടങ്ങിയ ഗുരുതര രോഗങ്ങൾക്ക് കാരണമാകും. അതിനാൽ കൊഴുപ്പടങ്ങിയ ഭക്ഷണം അമിതമായി കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കായ വറുത്തത് നമുക്കെല്ലാം വളരെ ഇഷ്ടമാണല്ലോ. നമ്മൾ ധാരാളം കഴിക്കാറുമുണ്ട്. ചിപ്സ് കഴിക്കുമ്പോൾ അതിലൂടെ എത്രമാത്രം എണ്ണയാണ് നമ്മുടെ ശരീരത്തിൽ എത്തിച്ചേരുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പരീക്ഷണം ഒന്ന് ചെയ്തു നോക്കൂ. അല്പം ഉയരമുള്ള ഒരു പാത്രം എടുക്കൂ. അതിനു സമീപത്തായി താഴെ ഒരു ചില്ലോ കണ്ണാടിയോ വയ്ക്കാം. ഇനി ഒരു കട്ടിംഗ് പ്ലെയറാണ് വേണ്ടത്. കായ വറുത്തതിൻ്റെ ഒരു കഷ്ണം കട്ടിംഗ് പ്ലെയറിൽ പിടിപ്പിക്കൂ. ഇതിനെ പാത്രത്തിൻ്റെ മുകൾ ഭാഗത്തായി വീഡിയോയിൽ കാണുന്നത് പോലെ വയ്ക്കണം. കട്ടിംഗ് പ്ലെയർ മറിഞ്ഞു വീഴാതിരിക്കാനായി അല്പം ഭാരമുള്ള ഒരു വസ്തു ഇതിന് മുകളിലായി വയ്ക്കണം. ചിപ്സിൻ്റെ നേരെ താഴെ കണ്ണാടി വരത്തക്ക വിധം ക്രമീകരിക്കണം. ഒരു ലൈറ്റർ ഉപയോഗിച്ച് ചിപ്സിനെ കത്തിക്കൂ. തുടർന്ന് ചിപ്സിനെ നിരീക്ഷിക്കൂ. എന്താണ് കാണാൻ സാധിക്കുന്നത്? ചിപ്സ് കത്തുന്നതോടൊപ്പം തന്നെ എണ്ണ തുള്ളി തുള്ളിയായി താഴേക്ക് വീണുകൊണ്ടിരിക്കുന്നു. എത്ര എണ്ണത്തുള്ളികൾ വീഴുന്നുവെന്ന് നിങ്ങൾ തന്നെ എണ്ണി നോക്കൂ. പതിനാറ് എണ്ണത്തുള്ളികൾ വീണുകഴിഞ്ഞു. ചിപ്സിലെ കുറേ എണ്ണ കത്തിത്തീരുകയും ചെയ്തു. അപ്പോൾ ഈ കൊച്ചു കഷ്ണത്തിൽ എത്രമാത്രം എണ്ണയാണ് ഉള്ളത് എന്ന് ചിന്തിച്ചു നോക്കൂ. ചിപ്സിൻ്റെ മറ്റൊരു കഷ്ണമെടുത്ത് വീണ്ടും ഈ പരീക്ഷണം ആവർത്തിക്കാം. ഇതിൽ നിന്ന് 11 എണ്ണത്തുള്ളികളാണ് താഴേക്ക് വീണത്. താഴേക്ക് വീണ എണ്ണത്തുള്ളികൾ കൂടാതെ ചിപ്സിലുള്ള എണ്ണ കത്തുകയും ചെയ്തിരിക്കും. കായ ചിപ്സിൻ്റെ മറ്റൊരു കഷ്ണം കൂടി പരീക്ഷണത്തിന് വിധേയമാക്കാം. നിരീക്ഷിക്കാം. പതിനെട്ട് തുള്ളികളാണ് ഇതിൽ നിന്നും താഴേക്ക് വീണത്. ഓരോ കഷ്ണത്തിലും ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ച എണ്ണ എത്രമാത്രമുണ്ടെന്ന് ചിന്തിച്ചു നോക്കൂ. ഈ കായ വറുത്തത് കുറേ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ എന്താവും അവസ്ഥ? എണ്ണയിലെ കൊഴുപ്പ്
വളരെയധികം നിങ്ങളുടെ ശരീരത്തിൽ എത്തിച്ചേരും. അതിനാൽ കൊഴുപ്പടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് ഒഴിവാക്കണം. ഈ എണ്ണയിൽ കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ടോ എന്ന് ഒരു പരീക്ഷണത്തിലൂടെ കണ്ടെത്താം. ഒരു വെള്ള പേപ്പറിൽ ഈ എണ്ണ പുരട്ടി അല്പസമയം വയ്ക്കൂ. ഇനി പേപ്പർ നിരീക്ഷിക്കൂ. കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ടെങ്കിൽ പേപ്പറിൽ നിറമാറ്റം കാണാൻ സാധിക്കും. പേപ്പറിന് നിറമാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതിനാൽ ഇവിടെ ഉപയോഗിച്ച എണ്ണയിലും കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ചിപ്സിനെ പോലെ തന്നെ എണ്ണയിൽ പൊരിച്ച വസ്തുക്കൾ അമിതമായി കഴിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. പരീക്ഷണം ചെയ്തു കഴിഞ്ഞ ശേഷം കട്ടിംഗ് പ്ലെയറിൻ്റെ അറ്റം തണുത്ത വെള്ളത്തിൽ കാണിക്കാൻ മറക്കരുത്. പ്ലെയറിൻ്റെ അറ്റം ചൂട് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് കളയുന്നതിന് വേണ്ടിയാണ് ഇപ്രകാരം ചെയ്യുന്നത്. പുതിയ ശാസ്ത്ര വീഡിയോ ഉടനെ എത്തുന്നു. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നന്ദി.